ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ രാശിക്കാർക്ക്, അതായത് ചിങ്ങത്തിൻ്റെ അല്ല തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന തുലാ രാശിക്കാർക്ക് സ്വക്ഷേത്രത്തിൽ തന്നെ, അതായത് രാശിയിൽ തന്നെ സ്വക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ അനുകൂല ഭാവത്തിൽ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ്, അനുകൂലം തന്നെയാണ്. 6ൽ രാഹുവും അനുകൂലം തന്നെയാണ്. 8ൽ പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴം. 9ൽ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ. 12ൽ സൂര്യൻ, ബുധൻ, കേതു എന്നിവരാണ് നിൽക്കുന്നത്. ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ചിന്തയിൽ നോക്കുന്ന സമയത്ത് ഗുണദോഷ സംബന്ധമായി നോക്കുന്ന സമയത്ത് ശുക്രൻ ബലവാനായി ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം ഇഷ്ടഭക്ഷണം, ഇഷ്ടവസ്ത്രം, ഇഷ്ടപ്പെട്ട യാത്ര, ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാനുള്ള യോഗങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരനുഭവങ്ങൾ ഉണ്ടാവും. കുറച്ച് വിഷമപ്പെട്ടിട്ടാണെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലത്തെ കടബാധ്യതകളെല്ലാം കുറേയേറെയെല്ലാം ഒതുക്കി തീർക്കുവാനുള്ള സാധ്യതകൾ ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ വർധനവ് വാങ്ങി കൂട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് പറയുന്നത്. 8ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ടാണ് അത് പറയുന്നത്. ധനത്തിൻ്റെ കാരകനാണ്, കുടുംബത്തിൻ്റെ കാരകനാണ്, അതുപോലെ തന്നെ സന്താനത്തിൻ്റെ കാരണം. അപ്പോൾ സന്താനങ്ങൾ ശ്രദ്ധിക്കുക, കുടുംബത്തെ നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, വാക്ക് തർക്കങ്ങൾ വരാതെ നോക്കുക. കുടുംബക്കാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും സന്താനങ്ങളായാലും വാക്ക് തർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം വളരെ ഗുണകരമായിട്ടുള്ളതാണ്. തൊഴിൽ വലിയ കുഴപ്പമൊന്നുമില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും കൈകാര്യങ്ങളും അതുപോലെ സാധാരണ ലെവലിൽ നടന്നുകൊണ്ടിൽ തന്നെ പോകും. അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ, ദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുടെ നീക്കുപോക്കുകളെല്ലാം ശ്രദ്ധിക്കുന്ന കാരണം കൊണ്ട് അതിൽ ദോഷം വരുവാനുള്ള സാധ്യതയില്ല. വളരെ ബുദ്ധിപൂർവ്വപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യത്തിന് വളരെ കുറയ്ക്കാൻ പറ്റും. പറ്റുവാണെങ്കിൽ വ്യാഴാഴ്ച ഒരു 10 മിനിറ്റ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ഒരു 10 മിനിറ്റ് നേരം മഹാവിഷ്ണു സഹസ്രമായിട്ടുള്ള ഇഷ്ടപ്പെട്ട നാമങ്ങൾ, ഭഗവാന്റെ ഏത് നാമമായിക്കോട്ടെ, അത് 10 മിനിറ്റ് പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഒരു സഹസ്രനാമാർച്ചന നടത്തുക എന്നിവയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ 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 വ്യത്യാസങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യ സൂക്തം ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. കാരണം ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത്. അത് കാരണം ഭാഗ്യം തെളിഞ്ഞു വരുവാൻ വേണ്ടി ഭാഗ്യസൂക്തം അതിനോടൊപ്പം ചേർത്ത് ചെയ്യുന്ന കാരണം തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ധനവിനിയോഗം ചെയ്യുന്ന ഫൈനാൻസ് സംബന്ധമായിട്ട്, അതുപോലെ ഫൈനാൻസ് പണം കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് സെക്ഷൻ മറ്റുള്ള അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു പരിഹാരം ഒരു ആവശ്യമാണ്. അങ്ങനെ അതൊക്കെ ചെറുത് കഴിഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നിവൃത്തികരമായി നടക്കുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രത്തിൽ പഠിക്കുന്നവർക്കെല്ലാം വാക്കിൽ സൂക്ഷ്മത സൂക്ഷിക്കണം. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യത. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല മേഖലയാണ്, നല്ല സമയമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും. ഇറങ്ങിത്തിരിഞ്ഞാൽ കാര്യങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് വളരെ ശ്രദ്ധാപൂർവം പുതിയ ബിസിനസ്സിനെ പറ്റിയെല്ലാം കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. കോടികൾ എടുത്ത് ചെയ്യുന്ന ബിസിനസ്, ലക്ഷങ്ങൾ എടുത്ത് ചെയ്യുന്ന ബിസിനസ്സുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആയിരക്കണക്കിന് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. കോടികൾ മുടക്കിയിട്ടുള്ള ബിസിനസ്സുകൾ, 100 കോടി 200 കോടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കോടികളെല്ലാം മുടക്കി പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കാര്യം ഇപ്പോൾ ഇല്ല. കാരണം വ്യാഴം അത്ര അഷ്ടമം നിൽക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ പറയുന്നത്. ശനി അനുകൂലത്തിലാണ് നിൽക്കുന്നത്. അതേസമയത്ത് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയും ജാതക പരിശോധനയിലൂടെയും വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാനം ചാരവസാനേ ഉള്ളൂ. ജാതകത്തിൽ വളരെ അനുകൂലപരമാണ്. വ്യാഴൻ്റെ ദശാകാലം വളരെ ഗുണകരമാണ്. ശുക്രൻ്റെ ദശാകാലം വളരെ ഗുണകരമാണ്. അതുപോലെ ശനിയുടെ ഓരോ ഒരു ദശൻ്റെയും ഗുണകരമായിട്ടുള്ള സമയമാണ്, അപകാര സമയമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കുന്ന യാതൊരു കുഴപ്പമില്ല. വ്യാഴത്തിന് വേണ്ട പരിഹാരങ്ങളെല്ലാം ചെയ്ത് തുടങ്ങാം എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ അതിലൂടെ ആ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാം ശരിയാവും. വിവാഹാദി മംഗളകൾ ഉറച്ചിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നവരെല്ലാം അവരവർ തമ്മിൽ, അതായത് നിശ്ചയിച്ചിരിക്കുന്ന പാർട്ട്ണറുമായിട്ട് സംസാരിക്കുന്നതെല്ലാം കുറച്ച്
ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാക്കുകൾ ആലോചിച്ച് വർത്താനം പറയണം എന്നുള്ളത് പറയുന്നത്. ചിലപ്പോൾ അബദ്ധവസ്ഥ എന്തെങ്കിലുമൊക്കെ വായിന്ന് നമ്മൾ അറിയാതെ വരുന്ന ചില വാക്കുകൾ അതിൻ്റെ അബദ്ധങ്ങളെ പോയി ചിലപ്പോൾ അത് ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നത്. തുലാരാശികളെ പുറത്ത് പറയുകയാണെങ്കിൽ ഗുണകരമായിട്ടൊരു മാസം തന്നെയാണ്. കുറച്ച് ശ്രദ്ധ കൂടി കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ള ദോഷങ്ങൾ എന്ന് പറയാൻ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടാണ്. വാഹന സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും IT മേഖലകൾ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഗുണകരമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള യാത്ര മറ്റുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ചും ജാതകം പരിശോധിച്ചും എല്ലാം തീരുമാനമെടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ സമയം അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ ഒരു അനിഷ്ടസ്ഥാനം മാത്രം കാണുന്നുള്ളൂ. ബാക്കിയുള്ള ജാതകത്തിൽ ശുഭഫലമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഭവ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ യാതൊരു സംശയമില്ല. പരിഹാരമായിട്ട് ചെയ്യുന്നത് വ്യാഴത്തിന് പരിഹാരം ചെയ്യുക എന്നുള്ളത് പറയുന്നത്. പിന്നെ നക്ഷത്രവശാൽ പരിഹാരം ചെയ്യേണ്ടത് ചിത്ര നക്ഷത്രക്കാരെ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക. അതുപോലെ തന്നെ ചോതി നക്ഷത്രക്കാർക്ക് 100 പാലും ചോതി നക്ഷത്രത്തിൽ തന്നെ നടത്തുക. വിശാഖക്കാർക്ക് മഹാവിക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന നടത്തുക എന്നിവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. നമസ്കാരം.